ഹലോ, ഇന്ന് നമുക്ക് കാസർഗോഡ് സ്റ്റൈൽ അയിലക്കറിയുടെയും തലശ്ശേരി സ്റ്റൈൽ ചെമ്മീൻ കറിയുടെയും റെസിപ്പി നോക്കാം. അപ്പോൾ ചെമ്മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വലിയ സ്പൂണിൽ 4 തവിയാണ് എടുക്കുന്നത്. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു തേങ്ങക്ക് 1 വലിയ സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായി അരച്ചെടുത്തതാണിത്. ഇതിൽ 4 വലിയ തവിയാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനി അത്യാവശ്യത്തിന് നല്ല ലൂസാക്കി എടുക്കുക. പുളിവെള്ളം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ലൂസാക്കി എടുക്കുക. ഈ ഒരു പരുവത്തിൽ ലൂസാവണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുക. നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇതും കൂടി ഇതിലേക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അടുപ്പിലേക്ക് മാറ്റി വെക്കാം. ഫ്ലെയിം ഓൺ ചെയ്യുക. ഇത് നന്നായിട്ട് തിളക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീനിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് ഇനി നന്നായിട്ട് വേവണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മൂടി വെച്ച് വേവിച്ചെടുക്കുക. നന്നായി വെട്ടി തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. നമുക്ക് അയിലക്കറിയുടെ റെസിപ്പി നോക്കാം. 2 വലിയ തവി അരപ്പ് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടിയിൽ ആദ്യം അയില പൊരിക്കാൻ വേണ്ടിയുള്ള മസാല പുരട്ടിയിട്ടുണ്ടായിരുന്നു. ആ മസാലയാണ് കാണുന്നത്. അതിലേക്ക് തന്നെ 2 വലിയ തവി അരപ്പ് അതിലേക്ക് ചേർത്തു. ഇനി ഇത് അത്യാവശ്യം നന്നായിട്ട് ലൂസാക്കി എടുക്കണം. അരക്കുമ്പോൾ 1 മുറി തേങ്ങക്ക് 1 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഈ ഒരു അളവിൽ തേങ്ങ അരച്ച് മാറ്റി വെച്ചതായിരുന്നു. അതിൽ 2 വലിയ തവിയാണ് എടുക്കുന്നത്. ഇനി ഇത് പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് ലൂസാക്കി എടുക്കണം. ആവശ്യത്തിന് ലൂസാക്കി എടുക്കുക. പുളി ആദ്യമേ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തേങ്ങ അരക്കുന്ന സമയത്ത് കുരുമുളക് ചേർത്തില്ലെങ്കിൽ കുരുമുളക് പൊടി ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ലൂസായിട്ടുള്ളത്. ഇനി കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്ര ലൂസ് വേണം. നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് അരിഞ്ഞു മാറ്റി വെക്കാം. ഇതും കൂടി ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് തിളപ്പിക്കണം. അടച്ചു വെച്ച് നന്നായിട്ട് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അടച്ചു വെച്ച് തിളപ്പിക്കുന്ന സമയത്ത് മറിഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുക. മറിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് പോകുമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ വെട്ടി തിളക്കുന്ന സമയത്ത് നമുക്ക് മീനിന്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതൊരു 7-8 മിനിറ്റ് വേവേണ്ട ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ വേവും അയില. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. ഇനി നന്നായിട്ടൊരു തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ അയിലക്കറി ഇവിടെ റെഡിയാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഒന്ന് മാറ്റി വെച്ചു. അപ്പോൾ ഇതുവരെ ഈ 2 റെസിപ്പിയും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാം. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ.